ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച 8 ആൾക്കാർക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവർക്ക് ലഭിച്ച വോട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് ലഭിച്ചത്, അതുപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച് 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനു മുന്നേ നമ്മൾ ഇട്ടിരുന്ന വീഡിയോസ് പ്രകാരം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതായത് ദിവസങ്ങളിൽ എത്രയൊക്കെയാണ് സ്റ്റാറ്റസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. സോ അപ്പൊ ഇതിനു മുന്നേ തയ്യാറാക്കിയിരുന്ന വീഡിയോസുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസം എന്തായാലും ഈ വീഡിയോക്കകത്തുണ്ട്. കാര്യം 1ാം സ്ഥാനത്ത് നിന്നിരുന്ന അനുമോളൊക്കെ ഇപ്പൊ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി അടക്കം 3ാം സ്ഥാനത്ത് നിന്നിരുന്ന ആള്. ലക്ഷ്മി അടക്കം ഒരുപാട് പുറകോട്ട് പോവുകയും പുറകെ നിന്നിരുന്ന പല ആൾക്കാരും ഒരുപാട് വോട്ട് ലഭിച്ച് എന്നാലും മുന്നോട്ട് വന്നിട്ട് എല്ലാ ആഴ്ചകളിലും നമ്മൾ കാണാനുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ എന്തായാലും ഈ ആഴ്ചയിലും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നാലും നിലവിൽ 8ാം സ്ഥാനത്തേക്ക് നെവിനാണ്. അതായത് കഴിഞ്ഞ ദിവസം 5ാം സ്ഥാനത്ത് വരെ നിന്നിരുന്ന നെവിൻ ഇപ്പൊ എന്തായാലും 8ാം സ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 8ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒണീൽ സാബു ഇപ്പൊ 7ാം സ്ഥാനത്തേക്ക് അടക്കം എന്തായാലും വന്നിട്ടുണ്ട്. അതായത് ഡെയിലി ബേസിൽ അവരവിടെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ എങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു, എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ പറയുന്ന വോട്ടിംഗ് അടക്കം മാറുന്നത്. അതായത് ഒരു ദിവസത്തെ എന്തെങ്കിലും ഒരു ആക്ഷൻ മതി ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിന് ഇവരോടുള്ള ഇഷ്ടം കൂടാനും അല്ലെങ്കിൽ വെറുപ്പ് കൂടാനും എല്ലാം. സോ അതെല്ലാം ഈ പറയുന്ന വോട്ടിങ്ങിനെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഒണീൽ സാബു ഈ പറയുന്ന 7ാം സ്ഥാനത്തേക്ക് എന്തായാലും ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ സാബുമാൻ ഇപ്പൊ എന്തായാലും 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 8ാം സ്ഥാനത്ത് വരെ നിന്നിരുന്ന സാബുമാൻ എന്തായാലും ഒരു നല്ല രീതിയിൽ വോട്ടുകൾ ലഭിച്ചിട്ട് ഇപ്പൊ എന്തായാലും 6ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേദലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ 3ാം സ്ഥാനത്ത് വന്നിരുന്ന വേദലക്ഷ്മി ഇപ്പൊ എന്തായാലും കുറച്ചധികം പുറകോട്ട് ഇപ്പൊ ഒരു 5ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് എന്തായാലും ഇന്ന് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം വേദലക്ഷ്മിയുടെ ഫാമിലി അടക്കം വീട്ടിൽ വന്നിട്ട് സംസാരിച്ചടക്കം, അതായത് ഈ പറയുന്ന ആദിലാനൂറിന് വീടിനകത്ത് കയറ്റാൻ പറ്റിയില്ലെങ്കിലും എന്നാലും സിറ്റ് ഔട്ട് വരെ ഇരുത്താം എന്നുള്ള ഇതിലൊക്കെ എന്തായാലും പറയുകയുണ്ടായിരുന്നു. സോ അപ്പൊ ഇത് ഇപ്പുറത്ത് കാണുന്ന ഓഡിയൻസിനടക്കം അത് ചിലപ്പോൾ ഒരു ഇത്തരത്തിലായിരിക്കും ബാധിച്ചത് എന്നുള്ള രീതിയിൽ കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്നാലും വേദലക്ഷ്മി ഇത്തരത്തിൽ പറയുന്ന ഗെയിമർ എന്നുള്ള രീതിയിൽ അതിനകത്ത് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നില്ല. അതേസമയം വേദലക്ഷ്മിയുടെ പാരന്റ്സ് വന്നിട്ട് ഇത്തരത്തിൽ സംസാരിച്ചപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം ഈ പറയുന്ന വേദലക്ഷ്മിയെ ഒരുപക്ഷെ കുറച്ച് പുറകോട്ട് കൊണ്ടുപോയത് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആദിലാനൂറ, അതായത് കുറച്ച് പുറകോട്ട് നിന്നിരുന്ന ആദിലാനൂറ നല്ല രീതിയിൽ ഒരു വോട്ട് വരികയും അവർ ഒരുപാട് മുന്നോട്ട് ഇന്ന് എന്തായാലും വന്നതായിട്ട് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നു. സോ ഉറപ്പായിട്ടും അവർക്ക് ഒരുപാട് സപ്പോർട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസിന് എന്തായാലും ഇവരോട് കുറച്ചും കൂടി ഇഷ്ടം ഇതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കൂടിയിരിക്കാം എന്നാണ് എന്തായാലും എനിക്ക് തോന്നുന്നത്. എന്തായാലും വേദലക്ഷ്മി 5ാം സ്ഥാനത്തേക്ക് ഒരു 4ാം സ്ഥാനത്ത് എന്തായാലും 1ാം സ്ഥാനത്ത് നിന്നിരുന്ന അനുമോൾ എത്തുകയുമാണ് എന്തായാലും ചെയ്തിട്ടുള്ളത്. അതായത് തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് നേടി 1ാം സ്ഥാനത്ത് തന്നെ നിന്നിരുന്ന അനുമോൾ ഇപ്പൊ എന്തായാലും കുറച്ചധികം വോട്ടുകൾ കുറഞ്ഞ് 4ാം സ്ഥാനത്തേക്ക് പോവുകയും അതേസമയം 3ാം സ്ഥാനത്തേക്ക് ആദിലയും 2ാം സ്ഥാനത്തേക്ക് നൂറയും എന്തായാലും എത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പല ആൾക്കാരും ഈ പറയുന്ന ആദില നൂറയെ പയ്യെ ഒഴിവാക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു കുറച്ച് ഇഷ്ടം കൂടാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മത്സരാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ ഇത്തരത്തോളം അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അത് ഈ പറഞ്ഞ കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചധികം ഫീൽ ചെയ്യാനും, അതായത് ഇവർ കുറച്ചും കൂടി മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഇവർ ജയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇഷ്ടം ഒരുപക്ഷെ ഇവരോട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതടക്കം ഒരുപക്ഷെ ഈ പറയുന്ന വോട്ടിങ്ങിലും ബാധിച്ച് കാണണം എന്ന് തന്നെയാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. കാര്യം ഒരുപാട് നല്ല രീതിയിൽ ഒരു വോട്ടിംഗ് ഈ പറയുന്ന ആദിലൊക്കെ ഉറക്കം എന്തായാലും ഇപ്പോൾ ലഭിച്ചു വരുന്നതായിട്ട് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നു. സോ അപ്പൊ ഒരു ദിവസം കൊണ്ട് ഇത്തരത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കും റീസൺ എന്നാണ് എന്തായാലും എനിക്ക് എന്തായാലും തോന്നുന്നത്. കാര്യം അതല്ലാത്ത രീതിയിൽ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ പറയുന്ന ആദിലാനൂറ ഒരുപാട് കണ്ടന്റോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഒരു 1-1.5 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതുപോലെ തന്നെ 1ാം സ്ഥാനത്ത് എന്തായാലും ജിസയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ഒരുപാട് കണ്ടന്റോ കാര്യങ്ങളൊന്നും ഇപ്പൊ ജിസയിൽ കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഒരുപാട് ഇതിനു മുന്നേ ആദ്യമേ കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. അതായത് ജിസയിൽ ഇനിയും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു നല്ലൊരു സാധ്യത ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു വിജയമായുള്ള ഒരു സാധ്യത ഈ പറയുന്ന ജിസയിലേക്ക് കാണുന്ന ഓഡിയൻസിന് തോന്നിയതുകൊണ്ടായിരിക്കും നല്ല രീതിയിലൊരു സപ്പോർട്ട് എന്തായാലും കിട്ടുന്നുണ്ട്. ജിസയിൽ എന്തായാലും അങ്ങനെ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും വോട്ടിംഗ് തീർന്നിട്ടില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. സോ അപ്പൊ ഇത് മാറി മറിയാനും ഒരുപാട് ആൾക്കാർ മുന്നോട്ടും പുറകോട്ടും എല്ലാം ഇനിയും മാറി മറിയാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. കാര്യം ഇനി പോകെ വളരെയധികം ടൈറ്റ് ആയിരിക്കും അവിടുത്തെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. സോ അപ്പൊ നിങ്ങളുടെ ഈ പുറത്തുനിന്നുള്ള വോട്ടിംഗ് അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് എന്ന് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട.